ഇപ്പോൾ ഈ ആകാശ നിരീക്ഷണത്തിലൂടെയും അതിനുശേഷം ചൂരൽമലയിലെത്തി പ്രധാനമന്ത്രി കുറച്ച് യാത്ര ചെയ്യുകയും കുറച്ച് സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഏറെക്കുറെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് വിലയിരുത്തുന്നത്. നേരത്തെ ഒഡീഷ അടക്കം, രാജസ്ഥാൻ അടക്കം, ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിതീവ്ര ദുരന്തം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ആ നിലയിലുള്ള കേന്ദ്ര ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പരിഗണന നൽകിയാൽ പ്രധാനമന്ത്രിക്ക് മറ്റ് കൂടിയാലോചനകളില്ലാതെ കൂടുതൽ തുക ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്ക് നൽകാൻ കഴിയും. ആ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതാണ് ഇനി തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ അതോ പ്രധാനമന്ത്രി ഡൽഹിയിൽ മടങ്ങിയെത്തിയ ശേഷമേ ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും കേന്ദ്ര സഹായം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീജിത്ത് തുടരുന്നു. പ്രധാനമന്ത്രി, ശ്രീജിത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ചുരൽമലയിൽ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചതുപോലെ ക്യാമ്പിലും കൂടുതൽ സമയം ഉണ്ടാകുമെന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചൂരൽമലയിൽ കണ്ടതാണ്. അദ്ദേഹം ചൂരൽമലയിൽ ഏതാണ്ട് ഒരു 15 മിനിറ്റ് നേരം മാത്രമേ അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ നേരിൽ കണ്ടതാണ്. പക്ഷേ പ്രധാനമന്ത്രി അവിടെ ഏതാണ്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നേരം തുടരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം ബേലി പാലത്തിന് സമീപം വരും, അതിനുശേഷം ആ പ്രദേശം കണ്ടതിനു ശേഷം തൊട്ടടുത്ത തന്നെ അവിടെ നിന്ന് മടങ്ങുമെന്നായിരുന്നു പറഞ്ഞു. പക്ഷേ പ്രധാനമന്ത്രി അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വെള്ളാർമല സ്കൂൾ അന്വേഷിച്ചു. ആ വെള്ളാർമല സ്കൂളിന്റെ പഴയ ദൃശ്യങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാകും. വെള്ളാർമല സ്കൂൾ അന്വേഷിച്ച് വെള്ളാർമല സ്കൂളിലേക്ക് പോകണം, തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം കൃത്യമായ രീതിയിൽ തന്നെ വെള്ളാർമല സ്കൂളിൽ പോയി ആ പ്രദേശത്തെ എന്താണെന്ന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി. ആ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശേഷം കൃത്യമായ രീതിയിൽ അദ്ദേഹം ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ്, അവിടെ നിന്ന് മാറി മറ്റു മേഖലയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും അവിടെ നിന്ന് മാറിയതിനു ശേഷം അദ്ദേഹം വന്നത് നേരെ മേപ്പാടി വഴിയാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോകും, അവിടെ ദുരിതബാധിതരെ കൂടി കണ്ടതിന് ശേഷം നേരെ തിരികെ വരുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഇവിടെ വന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുമായി സംസാരിക്കുക എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആദ്യഘട്ടത്തിൽ തന്നെ വന്ന് ജില്ലാ കളക്ടറുടെ വാഹനം നേരെ വന്ന് സെന്റ് ജോസഫ് സ്കൂളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് സ്കൂളിലേക്ക് വന്നപ്പോൾ തന്നെ കൃത്യം ബോധ്യപ്പെട്ടു. അദ്ദേഹം ആദ്യം വരുന്നത് ഇവിടുത്തെ ദുരിതബാധിതരെ അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്ന് അവരോട് നേരിൽ കണ്ട് ചോദിക്കാനാണ് എന്നാണ്. എന്തായാലും ഇപ്പോൾ ആ സംസാരം നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ സംവാദം അവരുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിൽ എത്തി ആ പ്രദേശത്തിന്റെ ഒരു ഭീകരത കണ്ടതിനു ശേഷം ഒരു മലയാകെ ഇടിഞ്ഞു വന്ന് ഏതാണ്ട് കിലോമീറ്ററുകളോളം ദൂരം വലിയ പാറക്കഷ്ണങ്ങളും ഒക്കെയായി ഒരു നാടിനും ഒന്നാകെ തകർത്തെറിഞ്ഞു കൊണ്ടുപോയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു നോക്ക് കണ്ട് മറ്റു മേഖലയിലേക്ക് ഒരു നോട്ടം ഇട്ടുകൊണ്ട് നേരെ അദ്ദേഹം ഇവിടേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുൻപിൽ നമ്മുടെ പരാതികളുണ്ട്, നമ്മുടെ പരിഭവങ്ങളുണ്ട്, നമ്മുടെ ആവശ്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് ഞങ്ങളും നിങ്ങളുമല്ല, ഇത് നമ്മളാണ്, നമ്മൾ ഒരുമിച്ച് നേരിടും. മുണ്ടക്കയെയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയെയും ഒക്കെ തന്നെ നമ്മൾ റീബിൽഡ് ചെയ്യും, പുനർനിർമ്മിക്കും എന്ന് കൃത്യമായ രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു ഉറപ്പ്. അതിന് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് 2000 കോടി രൂപയാണ്. അതൊരു കേന്ദ്രത്തിന്റെ പ്രത്യേക പാക്കേജ് എന്ന തരത്തിൽ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് 2000 കോടി രൂപയാണ്. അതല്ല, അതിനപ്പുറം ഈ മനുഷ്യരുടെ മുഖം കാണുന്ന സമയത്ത് തരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തൊട്ടടുത്ത ദിവസം തന്നെ ഈ സംഭവം നടന്ന് മറ്റു സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ആവശ്യപ്പെട്ടു. ആ തൊട്ടടുത്ത നിമിഷം തന്നെ സൈന്യത്തെ വിട്ടുതന്ന് ആ ഒരു ഘട്ടത്തിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പിഎമ്മിന്റെ ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് മനസ്സിലാക്കിയതാണ്. അത് അദ്ദേഹം നേരിൽ വന്ന് കണ്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ കൂടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. അങ്ങനെ ജോർജ് കുര്യൻ നേരത്തെ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി വേണ്ടത് പരിക്കേറ്റവരെ കൂടി കണ്ട്, അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ കൂടി കണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെട്ടു, എങ്ങനെയാണ് നിങ്ങളുടെ ഇനി ഭാവി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞ് അതിനുശേഷം അദ്ദേഹം നേരെ വിംസ് ആശുപത്രിയിലേക്ക്, ക്ഷമിക്കണം, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക്
പോയതിനു ശേഷം നേരെ കളക്ടറേറ്റിലേക്കാണ് പോവുക. അവിടെ വെച്ച് തന്നെ അവലോകന യോഗത്തിന് ശേഷം ഒരു ഉറപ്പ്, അതാണ് നമുക്ക് ആവശ്യം. ചുരൽമലയെയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയെയും ഒക്കെ പുനർനിർമ്മിക്കാൻ, 3 വാർഡുകളെ പുനർനിർമ്മിക്കാൻ, അത് മറ്റൊരു പ്രദേശത്ത് മറ്റൊരു പുഞ്ചിരിമട്ടവും അതുപോലെ തന്നെ അതേ പുഞ്ചിരിമട്ടത്തിന്റെ മാതൃകയിൽ മറ്റൊരു ചൂരൽമലയും അതേ മുണ്ടക്കയുടെ മാതൃകയിൽ അതേ മറ്റൊരു മുണ്ടക്കയും ഉണ്ടാക്കിയെടുക്കണം. അവിടുത്തെ മനുഷ്യർ പലരും ഇന്നില്ല. പക്ഷേ അവരോടൊപ്പം ജീവിച്ചിരുന്ന മനുഷ്യർക്ക് സ്വതന്ത്രമായി ജീവിക്കണം, പേടിയില്ലാതെ, ഉരുളിനെ പേടിയില്ലാതെ, അല്ലെങ്കിൽ വെള്ളത്തെ, പുഴയെ പേടിയില്ലാതെ ജീവിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ടൗൺഷിപ്പ്, അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ മനുഷ്യരെ അങ്ങനെ വെറുതെ വഴിയിലേക്ക് ഇറക്കി, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇറക്കി വിടാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കത് ഒറ്റയ്ക്ക് കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടി സഹായം വേണം. അവിടെയാണ് ഞങ്ങളും നിങ്ങളുമല്ല, അത് നമ്മളാണ് എന്ന് പ്രധാനമന്ത്രി പറയും. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിൽ സന്ദർശനം നടത്തുകയാണ്. ക്യാമ്പിലുള്ള ആളുകളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. അവിടെ 5 പേരാണ് പ്രധാനമന്ത്രിയെ കാണുന്നത്. അതിൽ നേരത്തെ ഈ മണ്ണിൽ പുതഞ്ഞു പോവുകയും പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തി പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്ത അരുൺ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുമായി പ്രധാനമന്ത്രി സംസാരിക്കും. ഈ അപകടം നടന്ന രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നത് ഏറ്റവും നന്നായി അറിയുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് ക്യാമ്പിലുള്ളവർ. അവരെ കേൾക്കാനാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ക്യാമ്പിലേക്ക് പോയിരിക്കുന്നത്. അതിനുശേഷം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോകും. അവിടെ 25 പേരുള്ള ഒരു വാർഡാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ആ സന്ദർശനവും പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി കൽപ്പറ്റയിലേക്ക് പോകുന്നത്.